welcome to my channel. Chemicals ഉള്ള പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ സെലക്ട് എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാറ് തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുക. ഇനി നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇനി മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറച്ച് ഫേസ് വാഷ് ഉണ്ടാക്കാനുള്ള ഈ പൊടി നമ്മുടെ കയ്യിലെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ. എന്നിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഇനി ഒരു ടവൽ ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് തുടയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടോണിങ്. ടോണിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റോസ് വാട്ടറാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റോസ് വാട്ടറാണ്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള റോസ് വാട്ടർ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റോസ് വാട്ടർ കുറച്ച് നമ്മുടെ കയ്യിലെടുക്കുക. എന്നിട്ടിത് നമ്മുടെ മുഖത്തിങ്ങനെ ഒപ്പി കൊടുക്കത്തില്ല, അങ്ങനെ ഒപ്പി കൊടുക്കുക. നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് ചെല്ലണം. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നും എങ്ങനെയാണ് ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് എന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഒന്നിടവിട്ട ദിവസങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ ഉപയോഗിക്കത്തില്ല, അതിൻ്റെ പിറ്റേ ദിവസം ഉപയോഗിക്കണം. അത് മാത്രമല്ല, നമ്മൾ ഇത് 30 മിനിറ്റ്സ് ഒന്നും വെക്കുന്നില്ല, വെറും 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടി എടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഒരു 2 സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. എന്നിട്ടിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിക്കിടരുത്, കുറച്ച് ലൈറ്റായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടത് മോയ്സ്ചറൈസറാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾ ഡെയിലി മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ ഉപയോഗിക്കേണ്ട. ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇനി നമ്മുടെ ചുണ്ടിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ള കളറിൽ എന്തെങ്കിലും പൊരി പോലെ ഇരിക്കത്തില്ലേ, അത് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ടവൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു തോർത്തെടുക്കുക. തോർത്തെടുത്തിട്ട് അത് വെള്ളം നനച്ചിട്ട് നമ്മുടെ ചുണ്ടിലിങ്ങനെ ഒരുപാട് അമർത്തി ഉരസരുത്, പെതിയെ ഇങ്ങനെ ഉരಸಿ കൊടുക്കുക. അപ്പോൾ ആ വെള്ളപ്പൊടി അങ്ങ് മാറിക്കിട്ടും. നമ്മുടെ ചുണ്ട് നല്ല ക്ലീൻ ആയതിനു ശേഷം ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമാണ്. ഈ ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലിപ് ബാം നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഒരാഴ്ച ഇത് തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മുഖത്തിന് നല്ല തിളക്കമൊക്കെ വരും. നമുക്ക് ഡെയിലി ചെയ്യാവുന്ന, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. അത് മാത്രമല്ല, നമ്മൾ കെമിക്കൽസ് ഉള്ള ഒരു പ്രോഡക്ട്സും ഇത് കൂടെ ഉപയോഗിക്കുന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്